ഹലോ! ഇന്നിപ്പം ദേ നല്ലൊരു മഴയുള്ള ദിവസാട്ടോ. അപ്പോൾ സത്യത്തിൽ ഇതൊരു 1 1/2 മാസം മുമ്പെടുത്ത വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റാതെ കിടന്ന വീഡിയോ കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ 5-ാം മാസത്തെ സ്കാനിങ്ങിനാണ്. അതാണ് ഇത്രയും ടെൻഷൻ മുഖത്ത്. കാരണം ഇത് നമ്മുടെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പേടിയുള്ളതും സന്തോഷകരമായിട്ടുള്ളൊരു സ്കാനാണ്. കാരണം കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്ന് അറിയണമല്ലോ. അങ്ങനെ ദേ നമ്മൾ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ സീസൺ ആയതുകൊണ്ട് നല്ല മഴ കാണുമല്ലോ. അങ്ങനെ ദേ നമ്മൾ അൻവിക്കുട്ടിയെ കൊണ്ടാണ് ഇപ്രാവശ്യം വന്നത്. വേറൊന്നുമല്ല, എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കാണാൻ പൊന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവളെ വീട്ടിലാക്കണമായിരുന്നു. വീട്ടിൽ പോകേണ്ടതുകൊണ്ട് അൻവിക്കുട്ടിയും കൂടെ കൊണ്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വന്നത്. പക്ഷേ അവൾ ഭയങ്കര അലമ്പായിരുന്നു. വേറൊന്നുമല്ല, എന്നെ എന്തോ ചെയ്യാൻ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ എന്നെ അകത്തോട്ട് വിടത്തില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പിന്നെ അകത്തോട്ട് കയറിപ്പോയത്. അപ്പം സ്കാനിങ് ഒരുമാതിരി മുക്കാലും കഴിഞ്ഞു. പക്ഷേ അപ്പോഴത്തേന് എന്നെ പിന്നെ ഇറക്കി വിട്ട്. കാരണം വേറൊന്നുമല്ല, ബേബി കമന്ന് കിടക്കുന്നതുകൊണ്ട് ചുണ്ടും കാണത്തില്ല, പിന്നെ കാലിൻ്റെ എന്തോ കാണുന്നില്ല എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ഓക്കെയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ പകുതി സമാധാനമായി. പിന്നെ ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ചു കേട്ടോ. കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റും എടുത്തു. എൻ്റെ പ്രഷറൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ പ്രഷർ നോക്കി. അൻവിക്കുട്ടി ഇതെല്ലാം നോക്കിയിരിക്കും കേട്ടോ, അമ്മ എന്താണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. പിന്നെ വെയിറ്റ് നോക്കി. അൻവിക്കുട്ടിയുടെയും വെയിറ്റ് ആ കൂട്ടത്തിൽ ഞങ്ങൾ നോക്കി കേട്ടോ. പിന്നെയും കുറേ സമയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുവഴിയെല്ലാം നടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത്ര നേരം. ഒരുപാട് നേരം ഇരിക്കുമ്പോഴത്തേന് വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഞാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനാണ് അൻവിക്കുട്ടി ഇതേണ്ട ഇവിടെ ഒരു കുഞ്ഞാവയുടെ ഇത് കണ്ടിട്ട് അവളുടെ കുഞ്ഞാവയാണോ ഇതെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. പിന്നെ വിനുവാനെ വിളിച്ച് കാണിച്ചു കേട്ടോ. വിനുവാനെ വിളിച്ചപ്പോൾ അൻവിക്കുട്ടിയും കയറ്റി കാണിച്ചു ഞങ്ങൾ. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ വിചാരിച്ച് ആ ഫോട്ടോയെ കാണുന്ന പോലെ കാണാമെന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ചെരുപ്പ് എടുക്കണമായിരുന്നു. ചെരുപ്പ് എടുത്തു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അൻവിക്കുട്ടിയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ പറ്റത്തില്ല. അവളെല്ലാം വാരി വലിച്ചെടുക്കും. അത് തന്നെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളത് മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ രാത്രിയായിരുന്നു. 7 മണി. ആ ടൈം 7 മണി 7:30 ടൈം ആയിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ തന്നെ അത്രയും നേരം നമ്മൾ ഇരുന്നാൽ. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ നല്ല ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിടമിടാ കയറ്റി. അവിയലുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, പിന്നെ എന്തോ തക്കാളിക്കറി ഉണ്ടായിരുന്നു. അളിയനും കൂടെ അവിടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തോട്ടേ പോകില്ല. പിന്നെ ഞാനൊരു കുളി പാസ്സാക്കി. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സ്കാനിൻ്റെ ജെല്ല് ഫുള്ള് ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ചു. അൻവിക്കുട്ടിയും കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ പോവുകയാണ് കേട്ടോ. പൊന്നൂനെ അവിടെ ആക്കിയിട്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്.